നമ്മളിൽ പലർക്കുമുള്ളൊരു സ്വഭാവമുണ്ട്. പക്ഷേ സമൂഹം അത് പലപ്പോഴും തെറ്റിദ്ധരിക്കും. എന്താണത്? ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്ന സ്വഭാവം. ശരിക്കും എന്താണിതിന് പിന്നിലെ സൈക്കോളജി? വാ, നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെയൊന്ന് ആലോചിച്ച് നോക്കൂ. ചില കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര കോമഡി ആയിരിക്കും, അല്ലേ? വേറെ ചിലരുടെ കൂടെ ആകുമ്പോൾ നല്ല സീരിയസ്. കൂടെയുള്ള ആൾക്കനുസരിച്ച് നിങ്ങളുടെ സംസാരവും എനർജിയുമൊക്കെ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇത് ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന ഒന്നാണ്. സാധാരണയായി ആളുകൾ ഇതിനെ എന്താ വിളിക്കുക? കപടനാട്യം, ഇരട്ടത്താപ്പ്, അങ്ങനെയൊക്കെ. പക്ഷേ സൈക്കോളജി പറയുന്നത് എന്താണെന്നറിയോ? ഇത് പൊരുത്തപ്പെടാനുള്ള കഴിവിന്റെയും നല്ല സഹാനുഭൂതിയുടെയും ഇമോഷണൽ ഇന്റലിജൻസിന്റെയും ലക്ഷണമാണെന്നാണ്. അപ്പോൾ ഈ രണ്ട് കാഴ്ചപ്പാടുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കാം. ഈ സാഹചര്യത്തിനനുസരിച്ച് മാറുന്നത് ഒരു കുറവല്ല. സത്യത്തിൽ അതൊരു സ്പെഷ്യൽ സ്കില്ലാണ്. മറ്റുള്ളവരുമായിട്ട് വേഗത്തിൽ കണക്ട് ചെയ്യാനുള്ള നിങ്ങളുടെ മനസ്സിന്റെ ഒരു സൂപ്പർ പവർ. മനഃശാസ്ത്രത്തിൽ ഇതിന് നല്ലൊരു പേരുണ്ട് കേട്ടോ. അഡ്വാൻസ്ഡ് സോഷ്യൽ അഡാപ്റ്റബിലിറ്റി. കേൾക്കുമ്പോൾ തന്നെ ഒരു ഗമയില്ലേ? ഇതിനർത്ഥം സാമൂഹികമായിട്ട് പൊരുത്തപ്പെടാനുള്ളൊരു അസാധാരണ കഴിവ് നിങ്ങൾക്കുണ്ടെന്നാണ്. നിങ്ങൾ ചുമ്മാ അഭിനയിക്കുകയല്ല, പകരം നിങ്ങളുടെ ചുറ്റുമുള്ളവരുമായി ആഴത്തിൽ ഒരു ബന്ധം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം ഈ കഴിവ് കൂടുതലായിട്ട് കാണുന്നത്? ഇതിനു പിന്നിലെ ആദ്യത്തെ സൈക്കോളജിക്കൽ കാരണത്തിലേക്ക് നമുക്ക് കടക്കാം. ഇതിൻ്റെ എല്ലാം തുടക്കം നമ്മുടെ സൂക്ഷ്മമായ നിരീക്ഷണത്തിൽ നിന്നാണ്. സൈക്കോളജിസ്റ്റുകൾ ഇതിനെ ഹൈ സെൽഫ് മോണിറ്ററിംഗ് എന്ന് പറയും. എന്നുവെച്ചാൽ നിങ്ങളുടെ മനസ്സ് ഒരു ഹൈ ഡെഫിനിഷൻ സ്കാനർ പോലെയാണെന്ന് സങ്കല്പിക്കുക. നിങ്ങളൊരു റൂമിലേക്ക് കയറുമ്പോൾ തന്നെ അവിടത്തെ ഒരു വൈബ് കിട്ടും. ആളുകളുടെ മൂഡ്, സംസാരത്തിലെ ചെറിയ മാറ്റങ്ങൾ, ചിലപ്പോൾ പറയാതെ പറയുന്ന കാര്യങ്ങൾ പോലും എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റും. ഇതിന്റെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു സംഭാഷണത്തിൽ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം മറ്റുള്ളവരെ ശ്രദ്ധിക്കുകയായിരിക്കും. അവരുടെ ചെറിയ ഭാവമാറ്റങ്ങൾ പോലും നിങ്ങൾ അറിയാതെ ശ്രദ്ധിക്കും. അതുകൊണ്ടുതന്നെ ആരെയും വിഷമിപ്പിക്കാതെ ആ സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങളുടെ മനസ്സ് ഓട്ടോമാറ്റിക്കായി തീരുമാനിക്കും. പല പഠനങ്ങളും പറയുന്നത് ഇത് ഉയർന്ന ബുദ്ധിയുടെ ഒരു ലക്ഷണം കൂടിയാണെന്നാണ്. ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ കാരണത്തിലേക്ക് വരാം. ഇത് നിങ്ങളുടെ സഹാനുഭൂതിയുമായിട്ട്, അതായത് എമ്പതിയുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങളുടെ മനസ്സൊരു കണ്ണാടി പോലെ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെയാണ് എമ്പതറ്റിക് മിററിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ പോലും അറിയാതെ നടക്കുന്നൊരു കാര്യമാണിത്. മറ്റൊരാളെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി നമ്മളവരുടെ സംസാരരീതി, ബോഡി ലാംഗ്വേജ്, അവരുടെ വികാരങ്ങൾ പോലും കോപ്പിയടിക്കും. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല കേട്ടോ, അത് തനിയെ സംഭവിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നിങ്ങളിങ്ങനെ പെരുമാറുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് എന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ടല്ല, ഒരിക്കലുമല്ല. നേരെ മറിച്ച് കൂടെയുള്ളവർക്ക് ഹേയ്, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്നൊരു ഫീൽ കൊടുക്കാൻ വേണ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഉയർന്ന വൈകാരിക ബുദ്ധിയുടെ, അതായത് ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങളിലൊന്നാണ്. പക്ഷേ ഒരു സംശയം ബാക്കിയില്ലേ? എന്തുകൊണ്ടാണ് ചിലരിൽ ഈ കഴിവ് ഇത്രയധികം കാണുന്നത്? ഈ സ്വഭാവത്തിന്റെ തുടക്കമെവിടെ നിന്നാണ്? പലപ്പോഴും ഇതിന്റെ എല്ലാം വേളുകൾ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് നീണ്ടുകിടപ്പുണ്ട്. സൈക്കോളജിയിൽ പാരന്റിഫിക്കേഷൻ എന്നൊരു വാക്കുണ്ട്. അതിന്റെ അർത്ഥം ഇതാണ്: വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രായത്തിൽ കവിഞ്ഞ വൈകാരികമായ ഉത്തരവാദിത്തങ്ങൾ ഒരു കുട്ടിക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഒരുപക്ഷെ ഇങ്ങനൊരു അനുഭവം നിങ്ങളുടെ ഈ സാമൂഹിക കഴിവിനെ ഒരുപാട് രൂപപ്പെടുത്തിയിട്ടുണ്ടാവാം. ഇതൊന്ന് ഓർത്തു നോക്കാമോ? ഒരുപക്ഷെ കുട്ടിക്കാലത്ത് വീട്ടിലൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ മുതിർന്നവരുടെ മൂഡ് എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നിരിക്കാം. അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അവർ പറയാതെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. അങ്ങനെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നത് ഒരു ശീലമായി, അതൊരു അതിജീവന തന്ത്രം പോലെയുമായി. കാലം കഴിഞ്ഞപ്പോൾ നിങ്ങൾ പോലും അറിയാതെ അത് നിങ്ങളുടെ ഒരു ഭാഗമായി മാറി. അറ്റാച്ച്മെന്റ് സൈക്കോളജിയിൽ ഇതിനെ പീപ്പിൾ പ്ലീസിംഗ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയും. എന്നുവെച്ചാൽ മറ്റുള്ളവരുടെ ഇഷ്ടം നഷ്ടപ്പെടുമോ എന്നൊരു പേടി കാരണം സ്വയം ഇഷ്ടങ്ങളേക്കാൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വില കൊടുക്കുന്ന ഒരു രീതി. ഇത് നമ്മൾ ചെറുപ്പത്തിൽ സ്വയം രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കവചം പോലെയാണ്. അപ്പോൾ ഈ കുട്ടിക്കാലത്തെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നാം. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ, അന്ന് നമ്മൾ പഠിച്ചെടുത്ത ഈ ഒരു കഴിവില്ലേ, അതിന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നാണ്. ഇതൊരിക്കലും ഒരു കുറവല്ല, ഇതൊരു സൂപ്പർ പവറാണ്. അയ്യോ, എനിക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഇല്ലേ എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ചിന്ത അങ്ങ് മാറ്റിക്കോളൂ. സത്യം അതല്ല. നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഒരുപാട് ലെയറുകളുണ്ട്, ഒരുപാട് ആഴമുണ്ട്. ഓരോ സാഹചര്യത്തിലും നിങ്ങൾ ആ വ്യക്തിത്വത്തിന്റെ ഓരോ മനോഹരമായ ഭാഗം പുറത്തെടുക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ടുതന്നെ ഈ കഴിവിനെ നമുക്ക് അതിന്റെ യഥാർത്ഥ പേരിൽ തന്നെ അഭിമാനത്തോടെ വിളിക്കാം: അഡ്വാൻസ്ഡ് സോഷ്യൽ അഡാപ്റ്റബിലിറ്റി. ഇത് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നാണെന്ന് എപ്പോഴും ഓർക്കുക.
അപ്പോൾ ഇനി അടുത്ത തവണ ഓരോ കൂട്ടുകാരുടെ കൂടെ നിൽക്കുമ്പോഴും നിങ്ങളുടെ സ്വഭാവം മാറുമ്പോൾ സ്വയം കുറ്റപ്പെടുത്തരുത്. ഓർക്കുക, നിങ്ങൾ കള്ളം പറയുകയോ അഭിനയിക്കുകയോ അല്ല. നിങ്ങൾ നിങ്ങളുടെ ഉയർന്ന വൈകാരിക ബുദ്ധി ഉപയോഗിച്ച് എല്ലാവരുമായിട്ടും ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അത്രയുള്ളൂ. ഈയൊരു വിശകലനം നിങ്ങൾക്ക് പുതിയൊരു ഇൻസൈറ്റ് തന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോകുന്നതിന് മുൻപ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ കുറവുകളായി നിങ്ങൾ സ്വയം കാണുന്ന മറ്റെന്തെല്ലാം കാര്യങ്ങൾ ചിലപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തികളായിരിക്കാം? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കണേ.